വെൽക്കംസ് ടു കറി ചാപ്റ്റർ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന രാജസ്ഥാനി ഫേമസ് ഡിഷായിട്ടുള്ള ദാൽ ബാട്ടിയാണ്. ബാട്ടി എന്ന് പറയുന്നത് നമ്മുടെ ചപ്പാത്തീൻ്റെ വേറൊരു വേർഷനാണ്. നമ്മുടെ ചപ്പാത്തി കുറച്ചും കൂടി ടൈറ്റായിട്ട് നമ്മൾ കുഴച്ചുണ്ടാക്കാൻ പോവുകയാണ്. സോ അതിന് വേണ്ടത് ആട്ട, ഉപ്പ്, അജ്വൈൻ, ആവശ്യത്തിന് വെള്ളം. എന്നിട്ട് നല്ലോണം കുഴച്ച് നമുക്ക് കുറച്ച് ചപ്പാത്തീനെക്കാട്ടും കുറച്ചും കൂടി വലിപ്പമുള്ള ഉണ്ടകളായിട്ട് നമുക്ക് വെക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ നല്ലവണ്ണം ഒന്നെങ്കിൽ നമുക്ക് പ്രീ ഹീറ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ദാൽ ബാട്ടീൻ്റെ തന്നെ നമുക്ക് ബാട്ടീൻ്റെ ഒരു പാത്രം കിട്ടും, അതിൽ നമുക്ക് ചുട്ടെടുക്കാം. സോ നമ്മൾ അത് ചുട്ട് റെഡി ആവുന്ന സമയം വരെ നമുക്കത് വെയിറ്റ് ചെയ്യാം കേട്ടോ. അത് ചുട്ട് റെഡി ആകുമ്പോൾ നമുക്കത് നല്ലവണ്ണം നെയ്യിൽ നല്ലോണം കോട്ട് ചെയ്തിട്ട് അതിൻ്റെ ഈ ചെറിയ പൊട്ടുകളൊക്കെ ഉണ്ടാവും, നമുക്ക് ആ പൊട്ടുകളൊക്കെ ഒന്ന് ചെറുതായിട്ടും ഒന്നും കൂടി പൊട്ടിച്ചിട്ട് നമുക്ക് അതിന് നല്ലോണം നെയ്യിൽ സോക്ക് ചെയ്തെടുക്കാം. സോ ബാട്ടി റെഡിയായി. നമുക്കിനി ദാൽ ഉണ്ടാക്കാം. ഇതിന് ഞാൻ 5-6 കൂട്ട് ദാൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഡീറ്റെയിൽഡായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് താഴെ, ആവശ്യമുള്ളവർക്ക് ചെക്ക് ചെയ്യാം. സോ നമുക്ക് പ്രഷർ കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം പ്രഷർ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. സോ എന്താണെങ്കിലും പ്രഷർ കുക്കറിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. സോ അത് 2-3 വിസിൽ വരട്ടെ. വരുന്നവരെ നമുക്ക് ഒന്നിങ്ങനെ കാത്തു നിൽക്കാം. അപ്പോൾ ഞാൻ പച്ചക്കറിയൊക്കെ അരിഞ്ഞ് വയ്ക്കട്ടെ. സോ പച്ചക്കറി അരിഞ്ഞ് റെഡിയായതിന് ശേഷം നമുക്ക് കുറച്ച് കടായിൽ എണ്ണ ചൂടാക്കിയിട്ട് ഹോൾ സ്പൈസസ് ഇടാം. സ്പൈസസ് ഇട്ടൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഉള്ളി ഇട്ടൊന്ന് നല്ലോണം മൂപ്പിച്ചതിന് ശേഷം നമുക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എന്നിവയൊക്കെ ഒന്ന് കൊത്തി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. അതൊന്നിങ്ങനെ ബ്രൗൺ ഷെയ്ഡായി വരുമ്പോഴത്തേനും നമുക്ക് അതിൻ്റെ പിന്നാലെ തന്നെ തക്കാളി ഇടാം. തക്കാളി ഒന്ന് അടച്ച് വെച്ചൊന്ന് ഇതാക്കുക. അതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ബ്ലാക്ക് പെപ്പർ, അതേപോലെ തന്നെ നമ്മുടെ ബ്ലാക്ക് സോൾട്ട്, ഇതൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം നമുക്കതാ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനും വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ലോണം ഒന്ന് അരച്ച് വെച്ച് വേവിക്കാം. വേവിച്ചതിന് ശേഷം നമുക്കതാ പരിപ്പിട്ട് കൊടുക്കാം. പരിപ്പിട്ട് കൊടുത്തതാ നല്ലോണം ഇളക്കിയിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുമ്പോഴത്തേനും നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ എത്രയാണ് നമുക്ക് ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവുമല്ലോ, ആ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് നമുക്ക് എടുക്കാം. എന്നിട്ട് ചൂടോട് കൂടിയിട്ട് കുറച്ച് മല്ലിയിലും കൂടി തൂവി കൊടുത്തിട്ടുണ്ടെങ്കിൽ